കേരളത്തിൽ ആദ്യമായി ബി.ജെ.പി താമര വിരിയിച്ചത് തൃശൂരാണ്. അതും നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയാണ് തൃശൂരിൽ നിന്ന് വിജയിച്ച് മുന്നേറി വന്നത്. സുരേഷ് ഗോപി എന്നാൽ വിജയിച്ച ശേഷം കേന്ദ്രമന്ത്രി പദവി വേണ്ട എന്ന നിലപാടിലായിരുന്നു. കാരണം തനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്തു തീർക്കാൻ ഉണ്ട്, ഒരുപാട് കരാറുകളിൽ ഒപ്പിട്ട ശേഷമായിരുന്നു സുരേഷ് ഗോപി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മുഴുവനായും സമയം മാറ്റിവെക്കാനാകില്ല, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന കാര്യമായതുകൊണ്ട് സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തനിക്കിപ്പോൾ സാധിക്കില്ല. അഭിനയവുമായി മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു രൂപ ശമ്പളം പോലും താൻ വാങ്ങുന്നില്ല. അഭിനയമാണ് തന്റെ തൊഴിൽ. അഭിനയത്തിൽ നിന്ന് ശമ്പളം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, അഭിനയത്തിൽ നിന്ന് സമ്പാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ഒരു ചുമതലയും ഏറ്റെടുക്കാൻ അന്ന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നാൽ മോദി സ്വന്തം വസതിയിലേക്ക് സുരേഷ് ഗോപിയെ നേരിട്ട് വിളിക്കുകയായിരുന്നു. മോദിയുടെ നിർബന്ധപൂർവ്വമാണ്, അമിത്ഷായുടെ താല്പര്യപൂർവ്വമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദവി ഏറ്റെടുത്തത്. എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം സിനിമ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ചോറ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ സുരേഷ് ഗോപിക്ക് ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനവും കേന്ദ്രമന്ത്രിസ്ഥാനവും സിനിമാ നടൻ എന്ന സ്ഥാനവും തമ്മിൽ ഒന്നിച്ചു പോകാൻ ഇത്തിരി പ്രയാസപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബി.ജെ.പി നേതൃത്വവുമായുള്ള ബന്ധം ഉലയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ അനുമതി നൽകാത്തതാണ് സുരേഷ് ഗോപിയുടെ പുതിയ പ്രകോപനം. ലോക്സഭാംഗമായാലും മന്ത്രിയായാലും സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം നൽകണമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി.ജെ.പി ദേശീയ നേതൃത്വത്തോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. സമയമാകുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു ദേശീയ നേതൃത്വം നൽകിയ മറുപടി. എന്നാൽ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പിന്നാലെ നടന്നിട്ടും ദേശീയ നേതൃത്വം അനുമതി നൽകുന്നില്ല എന്ന് മാത്രമല്ല, പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ പരാതി. ദേശീയ നേതൃത്വത്തിനൊപ്പം സംസ്ഥാന നേതൃത്വവും സുരേഷ് ഗോപിയെ തീരെ പരിഗണിക്കുന്നില്ല. തൃശൂരിൽ ജയിച്ചതിനു ശേഷം സുരേഷ് ഗോപി നടത്തിയ പ്രതികരണങ്ങളും തൃശൂരിലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ വരുത്തുന്ന വീഴ്ചയും മന്ത്രി എന്ന നിലയിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് നീങ്ങാത്തതിലുമുള്ള പ്രശ്നങ്ങളുമാണ് സംസ്ഥാനത്തെ ഏക എം.പിയെയും പാർട്ടി നേതൃത്വത്തെയും തമ്മിൽ തെറ്റിച്ചിരിക്കുന്നത്. എന്തായാലും അഭിനയിക്കാൻ അനുമതി ലഭിക്കാത്തതിൽ സുരേഷ് ഗോപി കടുത്ത നിരാശയിൽ തന്നെയാണ്. അഭിനയം തൊഴിലും വരുമാനവുമാണെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. സിനിമയിൽ നിന്നുള്ള വരുമാനം നിലച്ചാൽ തന്റെ കുടുംബം ബുദ്ധിമുട്ടിലാകുമെന്നെല്ലാമാണ് സുരേഷ് ഗോപി പറയുന്നത്. അടുപ്പമുള്ള സിനിമാക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാം ഇത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. കൂട്ടത്തിൽ ബി.ജെ.പി നേതാക്കൾ വിശ്വാസവഞ്ചന കാട്ടിയെന്നുള്ള പരിഭവം പറച്ചിലും ഇതിനൊപ്പമുണ്ടെന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രിസ്ഥാനം വലിയ പദവിയാണെന്നും സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണെന്നും അതെല്ലാവർക്കും കിട്ടുന്ന അവസരമല്ലെന്നും അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ക്ഷുഭിതനായിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നാണ് പറയുന്നത്. ഗോകുലം സിനിമ, മമ്മൂട്ടി കമ്പനി എന്നിവ അടക്കം മുൻനിര സിനിമാ നിർമ്മാണ കമ്പനികളുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താരം അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം സിനിമ അഭിനയത്തിനുള്ള പ്രതിഫലവും കുത്തനെ വർദ്ധിപ്പിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ നീക്കത്തിൽ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിനും പ്രധാനമന്ത്രിക്കും ചെറിയ തൃപ്തിക്കുറവുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ബി.ജെ.പിയിൽ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പിന്തുണ. എന്നാൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് നീരസം പ്രകടിപ്പിച്ചതോടെ പ്രധാനമന്ത്രിയും അകലുന്നോ എന്നാണ് ചോദ്യം. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന് ശഠിച്ച സുരേഷ് ഗോപി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന തരത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു. ഇതാണ് ദേശീയ നേതൃത്വത്തെ അകറ്റിയത്. സ്ഥാനം വെച്ച് വിലപേശാൻ അനുവദിക്കാനാവില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. എന്തായാലും കേരളത്തിൽ 2 കേന്ദ്രമന്ത്രിമാർ ഉള്ള സ്ഥിതിക്ക് അടുത്ത നറുക്ക് വീഴാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രന് തന്നെ ആകാനാണ് സാധ്യത. സുരേഷ് ഗോപി രാജിവെക്കുന്ന ആ ഒരു വേളയിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. കാരണം കേന്ദ്രത്തിന് ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ മികവിനോടും പാർട്ടി പ്രവർത്തനത്തിലും വലിയ തൃപ്തിയുണ്ട്. ഇത്തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ച പ്രകടനത്തിൽ കേന്ദ്രം വലിയ തൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് മുൻഗണന നൽകാൻ സാധ്യതയുണ്ട്. കേന്ദ്രം വലിയ ചുമതലകൾ ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയെ കേന്ദ്രം മാറ്റി നിർത്തുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്നെ ഒരു രാജിക്കൊരുങ്ങുകയാണ് എങ്കിൽ അടുത്ത നറുക്കു വീഴുന്നത് ശോഭാ സുരേന്ദ്രന് തന്നെയായിരിക്കും.